നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ മറ്റൊന്നുമല്ല, ക്യാബിനറ്റ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള ചിത്രങ്ങളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം, ക്യാബിനറ്റിലെ തൻ്റെ സഹമന്ത്രിമാരോടൊപ്പം അദ്ദേഹം ഇരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്യാബിനറ്റ് റൂമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ, അദ്ദേഹം ആ മേശയ്ക്കരികിലേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാ മന്ത്രിമാരും എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. അതിനുശേഷം മന്ത്രിസഭ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിലുള്ളത്. അതായത് തൻ്റെ സഹപ്രവർത്തകർ തനിക്ക് നൽകിയ അഭിനന്ദനങ്ങൾക്ക് നന്ദി എന്ന കുറിപ്പും അദ്ദേഹം ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുത്തി എഴുതുകയാണ്. അത് മറ്റൊന്നുമല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും അധികം കാലം പദവിയിലിരുന്ന പ്രധാനമന്ത്രി എന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുത്തി എഴുതുകയാണ്. ജവഹർലാൽ നെഹ്റു 4398 ദിവസമാണ് പ്രധാനമന്ത്രിയായിരുന്നത്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ നെഹ്റുവിൻ്റെ മരണം വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ 1947 ഓഗസ്റ്റ് 15 മുതൽ 1952 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ പ്രധാനമന്ത്രിയായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടല്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസങ്ങളാണ് പരിഗണിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 4399 ദിവസം കടന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് തകർത്തിരിക്കുന്നു. 2014 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ BJP ഉയർത്തിക്കാട്ടുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരിഹസിക്കുകയായിരുന്നു. നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയൊന്നും ആകാൻ സാധിക്കില്ലെന്നും വേണമെങ്കിൽ AICC ഓഫീസിൽ വന്ന് ചായ വിറ്റോട്ടെ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കിക്കോട്ടെ എന്നാണ് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ അന്ന് പരിഹസിച്ചത്. മാത്രമല്ല, നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ NDA തോറ്റു തുന്നം പാടുമെന്നും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ മോദിയെ തോൽപ്പിച്ച് വീട്ടിലിരുത്തുമെന്നുമാണ് മുസ്ലിം ലീഗ് വിലയിരുത്തിയത്. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ വെളിയിൽ വലിയ സ്വീകാര്യതയില്ലെന്നും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി ശോഭിക്കില്ലെന്നുമാണ് ഇടതുപക്ഷം വിലയിരുത്തിയത്. ഇന്ത്യയിൽ ഏകകക്ഷി ഭരണത്തിന്റെ കാലം കഴിഞ്ഞുവെന്നും കൂട്ടുകക്ഷി മന്ത്രിസഭകൾക്ക് മാത്രമേ ഇനി ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുള്ളൂവെന്നും ഒരു കൂട്ടം രാഷ്ട്രീയ വിശാരദന്മാരും വിധിയെഴുതി. ഇവരുടെ എല്ലാം സ്വപ്നങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിലേക്ക് വന്നത്. 272 എന്ന മാന്ത്രിക സംഖ്യ ഒറ്റയ്ക്ക് BJP മറികടന്നു. ഒടുവിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ വാതിൽപ്പടിയിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹം അധികാര കസേരയിലേക്ക് നടന്നു കയറിയത് മെയ് 26-ാം തീയതിയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ 4399 ദിവസം പിന്നിടുകയാണ്. ഇത് ചെറിയ നേട്ടമല്ല. ഇത് 3-ാം തവണയാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. 2014 ചരിത്ര വിജയം നേടിയ നരേന്ദ്രമോദി 2019 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ആ ചരിത്ര വിജയം ആവർത്തിച്ചു. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞുപോയെങ്കിലും വീണ്ടും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ എത്തി. 3 തവണ തുടർച്ചയായി അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം 4000-ൽ പരം ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും, മാത്രമല്ല അദ്ദേഹത്തിന് നെഹ്റുവിൻ്റെ റെക്കോർഡ് തകർത്തുവെങ്കിലും മോദിയെ ഈ ഒരു റെക്കോർഡിൽ മാത്രം കാണാൻ സാധിക്കുന്ന വ്യക്തിത്വമല്ല. കാരണം അദ്ദേഹം ഒരു ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായിരിക്കുന്നു. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം 3 തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് അവിടെ നിന്നാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള വരവ്. 2014-ലും 2019-ലും 2024-ലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. തീർച്ചയായും അത്രമാത്രം പ്രത്യേകതയുള്ള ഒരു ദിവസമാണിന്ന്. ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ദീർഘകാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം തന്നെ പല അർത്ഥത്തിലും മാറ്റിക്കുറിക്കാൻ ശേഷിയുള്ള തീരുമാനങ്ങൾ എടുത്ത വ്യക്തി. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു ചെറിയ അടിത്തറയിലേക്ക് ഭാരതത്തെ കൊണ്ടുവന്നത് ആദ്യ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആദ്യ മന്ത്രിസഭയുടെയുമൊക്കെ തീരുമാനങ്ങളായിരുന്നു.
എന്നാൽ അതിൽ പല വിമർശനങ്ങളുമുണ്ട്, പിന്നീട് പലതും തിരുത്തേണ്ടതായി വന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയുടെ റെക്കോർഡാണ് ഇന്ന് നരേന്ദ്രമോദി തിരുത്തി എഴുതുന്നത്. ഇനിയിപ്പോൾ നരേന്ദ്രമോദിയുടെ പേരുകളാകും ചരിത്രം ആവർത്തിച്ച് പറയുക. 2014 അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊൻകിരീടത്തിൽ ഒട്ടനവധി ഭരണ നേട്ടങ്ങൾ ഇതിനോടകം തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു. അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണം, നോട്ട് നിരോധനം, GSTയിലൂടെ വൻ നികുതി പരിഷ്കരണം, തെരഞ്ഞെടുപ്പ് പരിഷ്കരണം, അഴിമതിരഹിതമായ ഭരണം, സൈനിക രംഗത്തും പ്രതിരോധ രംഗത്തുമുണ്ടായ വിസ്മയകരമായ മാറ്റം, സാമ്പത്തിക രംഗത്തെ പുരോഗതി, ഇതെല്ലാം നരേന്ദ്രമോദിയെ ഓർമ്മപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അന്ന് നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ ഇന്ത്യ 10ാം സ്ഥാനത്തായിരുന്നു. GDPയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തെ 10ാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ നരേന്ദ്രമോദി 12 വർഷത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ GDPയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 3ാം ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. മുന്നിൽ സാക്ഷാൽ അമേരിക്കയും ചൈനയും മാത്രം. ജപ്പാനെയും ജർമ്മനിയെയും വളരെ വേഗം മറികടന്നുകൊണ്ട് ഇന്ത്യ അതിവേഗം തന്നെ 3ാം സ്ഥാനത്തേക്ക് കുതിക്കുമെന്ന് പറയുന്നത് ലോകബാങ്കിനെ പോലെയുള്ള IMFനെ പോലെയുള്ള ഏജൻസികളാണ്. എന്തായാലും ലോകത്തിന് മുന്നിൽ കരുത്തുറ്റ ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കുവാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ 4399 ദിവസങ്ങൾ തീർച്ചയായും രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായകമായ ദിവസങ്ങളായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി എപ്പോഴും പറയാറുള്ളത് പോലെ ഇതുവരെ സംഭവിച്ചത് ട്രെയിലർ മാത്രമാണ്. അടുത്ത 50 വർഷത്തേക്കുള്ള ഭാവി ഭാരതത്തെ കെട്ടിപ്പടുക്കാനുള്ള വലിയ ശ്രമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ദിവസം പോലും അവധിയെടുക്കാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ് മാത്രമല്ല, ഒട്ടനവധി റെക്കോർഡുകൾ നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നു.